പാറുവിനെ ഓർത്ത് എപ്പോഴും മനസ്സിലൊരാദിയായിരുന്നു. പ്രായമായ പെൺകുട്ടിയല്ലേ, അറിയാത്ത നാട്ടിൽ ഒറ്റയ്ക്ക്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരുടെ ഇടയിലാണല്ലോ എന്റെ മോള്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഫംഗ്ഷന്റെ അവിടെ വെച്ച് പറയണമെന്ന് കരുതിയതാ, പക്ഷെ പറ്റിയില്ല. ഇവിടെ വെച്ച് പറഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്ന. കൈലാഷൻ എന്താ പറയാനുള്ളത്? അത് പാർവതിയെ കുറിച്ചാ. പാറുവിനെ കുറിച്ചോ? അത് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണമെന്നുണ്ട്. ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. സമയം കിട്ടുമ്പം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരണം. പാറുവിന്റെ അച്ഛനുള്ളപ്പോ വരണം. വരും, തീർച്ചയായും വരും. വരുമ്പോ എന്റെ ഡാഡിയും മമ്മിയും കൂടെ കാണും. സന്തോഷം. വരുമ്പോ പാറുവിനെയും കൊണ്ടുവരണം. വരുന്ന വിവരം ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്യണം. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മോൻ എന്തിനാ മടിക്കുന്നേ? എന്താണെങ്കിലും പറ. അത് ഞാൻ പാർവതിയെ പ്രിയൻ കുറച്ച് ഉണ്ണിയപ്പ നിങ്ങൾക്ക് തരാൻ അമ്മ ഉണ്ടാക്കിയതാ. ശരി മോനെ, അമ്മയും അനിയത്തിയും ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണം. പറയാം. പാറുവിനെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഇടയ്ക്ക് വരണം. ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. പാറുവിനെ കാണാൻ മാത്രമല്ല, നിങ്ങളെ കാണാനും. നിങ്ങളിപ്പോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരല്ലേ. നാട്ടിലേക്ക് ഇപ്പൊ ഒരു ബസ്സുണ്ട്, ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ വരൂ. വാ. ഈ കാലത്ത് തന്നെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഡയാന, ആരോ വാതില് തട്ടുന്നു. ആരാന്ന് നോക്ക്. എനിക്കൊന്നും വയ്യ, നീ പോയി നോക്ക്. നാശം. എന്താ മാഡം? മുക്ത എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? മുക്ത എവിടെയെന്ന്? എണീറ്റിട്ടില്ല മാഡം. ഒരു പെൺകുട്ടിയുടെ ജീവിതം നാനാവിധമാക്കിയിട്ട് അവള് സുഖമായിട്ട് ഉറങ്ങുകയാണല്ലേ? വിളിച്ച് എണ്ണേപ്പിക്കുക, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ. വേണ്ട മാഡം, അവൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല മാഡം. അവൾ ഒരു പാവം. പാവം. അവളെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്നേ. ഞങ്ങളെ തടഞ്ഞാലുണ്ടല്ലോ, നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി നഖത്തിനിടയിൽ മൊട്ടുസൂചി കയറ്റും ഞാൻ. മാറി നിക്കടി അങ്ങോട്ട്. ഈ കിടപ്പ് കണ്ടാ പറയൂ, തല നിറച്ച് ക്രിമിനൽ ബുദ്ധിയാണെന്ന്. പോലീസ് ഒരിക്കലും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചാ ഇങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. ഡേ എണീക്കടി. ഒന്നും പോടി. എഴുന്നേക്കടി. ഡയാന, നിനക്ക് എന്താ വേണ്ട? ശല്യം. പോലീസ്? അതേടി, പോലീസ് തന്നെയാ. നിന്റെ കള്ളക്കളികൾ ഞങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? പോലീസിനെ വെട്ടികളാക്കിക്കൊണ്ട് സുഖമായിട്ട് ഉണ്ടുറങ്ങി കഴിയാന്ന് കരുതിയല്ലേ? എണീക്കടി. എണീക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട്. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലേ? പാർവതി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നീ നന്ദൻ എന്ന പേരുള്ള ക്രിമിനലിന് കൊട്ടേഷൻ കൊടുത്തില്ലേ? അതൊരു കുറ്റമല്ലെന്നാണോ നീ പറയുന്നേ? നന്ദനെ കൊണ്ട് ഞങ്ങൾ എല്ലാ സത്യവും പറയിപ്പിച്ചു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവൻ എല്ലാ സത്യവും പോലീസിനോട് തുറന്നു പറഞ്ഞു. PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് നീ അവന് സൂപ്പർവൈസറായി ജോലി വാങ്ങിക്കൊടുത്തതും പാർവതിയെ ചതിക്കാനുള്ള
ഓരോ ഐഡിയ നീയാണ് അവന് പറഞ്ഞു കൊടുത്തത്. നീ ആവശ്യപ്പെട്ടതുകൊണ്ട് പാർവതിയുടെ മുമ്പിൽ അവൾ പ്രേമിക്കുന്ന ഗന്ധർവനായി അവൻ അഭിനയിച്ചതുമെല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ മൊഴി എടുക്കണം. പറ, പാർവതിയോട് നിനക്കിത്ര പക തോന്നേണ്ട കാരണം അതാണ് ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ വെച്ചൊന്നും ചോദിച്ചാൽ നീ സത്യം പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാലേ നീ സത്യം പറയൂ. നടക്കണേ അങ്ങോട്ട്. ഇല്ല, ഞാൻ വരില്ല. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. നന്ദൻ കള്ളം പറയാ. ഈ പാർവതിയോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. അവളെ ചതിക്കാൻ ഞാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് വരില്ല. നടക്കാനല്ലടി പറഞ്ഞത്. അയ്യോ മാഡം, വേണ്ട മാഡം. മുക്ത ഒരു പാവാ, അവളെ കൊണ്ടുപോകല്ലേ മാഡം. നന്ദൻ കള്ളം പറഞ്ഞതാ മാഡം. മുക്തയും പാർവതിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് മുക്തക്ക് എന്ത് കിട്ടാനാ? വിട്ടേക്ക് മാഡം. നിന്നോട് നടക്കാനല്ലേ പറഞ്ഞു? പിടിച്ചോണ്ട് വാ. ഞാൻ വരില്ല. ഞാനൊന്നും അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ മാഡം. സത്യമായിട്ട് ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ദേവി തന്നെ വീട് മാഡം. മുക്ത, മാഡം എന്നെ കൊണ്ടുപോകല്ലേ മാഡം. എന്നെ അറസ്റ്റ് ചെയ്യല്ലേ മാഡം. അയ്യോ മാഡം പ്ലീസ്. മുക്ത എന്താ ഇത്? എന്താ മുക്ത, എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? സ്വപ്നായിരുന്നോ? പോലീസ് ശരിക്കും എന്റെ മുന്നിൽ വന്ന പോലെ എനിക്ക് തോന്നിയത്. മുക്ത, ഡയന, പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? മുക്ത, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കോ? അയ്യോ മാറ്. എന്റെ ദൈവമേ. അന്തിക, ആ ലേഡി എസ് ഐ തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ട്. നന്ദന എല്ലാ സത്യവും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. സ്വപ്നത്തിൽ കണ്ടത് സത്യമാവും പോവാന്ന തോന്നുന്നേ. ദീപികയോടെ പോലീസ് എന്നെ കുറിച്ചായിരിക്കും അന്വേഷിക്കുന്നത്. മുക്ത, പോലീസ് നിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് പോയി സറണ്ടർ ആവുന്നത് നല്ലത്. പാർവതി, ഇവിടുത്തെ വാർഡനെ എനിക്കൊന്ന് കാണണം. നീ പോയി അവരോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ശരി മാഡം. മീര, പാർവതി ഇവിടെ. ഞാനിവിടെ ഉണ്ട്. പാറു, നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? പോലീസ് എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അതറിയില്ല. നിന്നെയും ഭൂമിക മാഡത്തിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ പോയി മാഡത്തിനെ അറിയിക്കട്ടെ. ദീപിക, മാഡത്തിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ശരി. പാറു, എന്താടി ഇതൊക്കെ? എനിക്കറിയില്ല ആയിഷ, എനിക്ക് പേടിയാവുന്നു.